പിന്നീട് ഇതിനെ ഇൻ്റർപ്രറ്റ് ചെയ്യാൻ തുടങ്ങുമ്പോഴാണ് താൻ അങ്ങനെ അന്നത്തെ ദിവസം അവിടെ ചെന്നിരുന്നതും. 1902 ഇതിരുന്ന് ആലോചിക്കുന്നത്. അപ്പോൾ 1902 ഇതിങ്ങനെ ആലോചിക്കുമ്പോൾ 1883 ഞാനിങ്ങനെ ജയഗോപാൽസൻ്റെ വീട്ടിലിരുന്നതും ഭഗവാൻ അവിടെ വന്നിരുന്നതും സംസാരിച്ചതും ഇതിനെ റീകളക്ട് ചെയ്യാണ് ഇപ്പം. അതുകൊണ്ടാണ് ഇങ്ങനെ ഇത്തരം ഒരു സമസ്യയെ എഴുതാൻ പറ്റുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ചോദിച്ചത്, താൻ എങ്ങനെയാണ് തൻ്റെ ജീവിത സമസ്യയെ പൂരിപ്പിക്കാൻ ശ്രമിക്കുന്നത്. എന്നിട്ട് മൂന്നാം ഘട്ടത്തിലേക്ക് കിടക്കുമ്പോൾ എന്താണ്, നമുക്കിതുവരെ ഇതുപോലെ അവതാര പുരുഷൻ മുന്നിൽ വന്നിരിക്കുകയാണ്. നോക്കൂ, ആ കഴിഞ്ഞ 1882 മുതൽ 86 വരെയുള്ള ഏകദേശം 4-4.5 വർഷക്കാലം, ഹാർഡ്ലി ഒരു 5 വർഷം, ആ 5 വർഷത്തിനുള്ളിൽ ഭഗവാൻ അവതാര പുരുഷൻ്റെ മുന്നിലിരിക്കുകയായിരുന്നു താൻ. അങ്ങനെ അവതാര പുരുഷൻ്റെ മുന്നിലിരുന്ന തനിക്ക് ആ അവതാരത്തെ ബോധ്യപ്പെടാൻ സാധിച്ചിട്ടുണ്ടോ എന്ന് സ്വയം മാസ്റ്റർ മഹാശയൻ വിലയിരുത്തുന്നതാണ് ഇവിടെ. അദ്ദേഹം സ്വയം ചെയ്ത് കാണിച്ചു തന്നു. എന്നിട്ടും സന്ദേഹമോ, ഇനിയും സന്ദേഹമോ? അദ്ദേഹം എല്ലാം സ്വയം ചെയ്ത് കാണിച്ചു തന്നു. എന്നിട്ടും ഇപ്പോഴും സന്ദേഹമോ? എന്നിട്ട് അതിൻ്റെ ഒരു മനുഷ്യകുലത്തിന് സംശയം ഒരിക്കലും വിട്ടുപോകില്ല എന്ന് മാസ്റ്റർ മഹാശയൻ ഇവിടെ തെളിയിച്ചു തരുന്നത് ചില ഉദാഹരണങ്ങൾ എടുത്തുകൊണ്ടാണ്. കാര്യം ഏതൊക്കെ കാലത്ത് ഈശ്വരൻ മനുഷ്യനായി അവതരിച്ചിട്ടുണ്ടോ ആ അവതാരകാലങ്ങളിലുള്ളവരെല്ലാം തന്നെ ഒരിക്കലും അവതാരത്തെ ബോധ്യപ്പെട്ടിട്ടില്ല, അവതാരത്തെ മനസ്സിലാക്കിയിട്ടില്ല, അവതാരത്തെ ഉൾക്കൊണ്ടിട്ടില്ല. അതാണ് മനുഷ്യൻ്റെ ഏറ്റവും വലിയ മായാബന്ധനം. തൻ്റെ മുന്നിലും ഇതാ ഒരു അവതാര പുരുഷൻ ഇരിക്കുന്നു. ആ അവതാര പുരുഷനെ തനിക്ക് മനസ്സിലാകുന്നുണ്ടോ? എന്നിട്ട് മാസ്റ്റർ മഹാശയൻ ഇതിന് മുൻപ് വന്ന അവതാരങ്ങളെ ഒന്ന് ആലോചിച്ചു നോക്കുക. ഇതേപോലെ മനുഷ്യകുലത്തിലേക്ക് ഇതിനു മുമ്പ് വന്ന അവതാരങ്ങൾ എന്തൊക്കെയായിരുന്നു, അവരെന്തൊക്കെയാണ് ചെയ്തത് എന്ന് മാസ്റ്റർ മഹാശയൻ ഒന്ന് റീകളക്ട് ചെയ്ത് നോക്കുകയാണ് പഴയ അവതാരങ്ങളെക്കുറിച്ച്. അപ്പോൾ ശ്രീരാമകൃഷ്ണദേവന് ഒരു 200 വർഷം മുമ്പ് ബംഗാളിൽ അവതരിച്ച അവതാരമാണ് ചൈതന്യ മഹാപ്രഭു നിമായി. നിമായിക്ക് എന്താണ് സംഭവിച്ചത്? നിമായും ഇതുപോലെ അവതാരമായിരുന്നു. ഇത് ശ്രീരാമകൃഷ്ണദേവൻ ജ്ഞാനാവതാരമായിരുന്നെങ്കിൽ